നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിലാണ് ഡോക്ടർ എലിസബത്ത് മലയാളികൾക്കിടയിൽ സുപരിചിതയാകുന്നത്. നടനെതിരെ ചില വിവാദങ്ങൾ വന്നപ്പോഴും അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നപ്പോഴെല്ലാം എലിസബത്ത് കൂടെ നിന്നു. എന്നാൽ ഇന്ന് ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എലിസബത്ത് എത്തിയിരിക്കുന്നത്. തനിക്കെതിരെ പരോക്ഷമായി ബാല നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എലിസബത്ത് രംഗത്ത് വന്നത്. ബാലയ്ക്കെതിരെ സംസാരിച്ചാൽ ബെഡ്റൂം സീനുകൾ പുറത്തുവിടുമെന്നും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനവും തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ എലിസബത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. പറയേണ്ട സമയത്ത് തന്നെ പറയണം എലിസബത്ത്. താങ്കൾ ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിട്ട് കൂടി ഇത്തരം പോക്രിത്തരത്തിന് കുട പിടിച്ച് നിൽക്കരുത്. എന്തിനാണ് പേടിക്കുന്നത്? താങ്കളുടെ ബെഡ്റൂം കാര്യങ്ങൾ പബ്ലിക് ആക്കുമെന്ന് ഭയന്നോ? അതോ പബ്ലിക് ആക്കുന്ന പക്ഷം ബാലയുടെ കയ്യിൽ വിലങ്ങ് വീഴും? ആ ബോധം അയാൾക്ക് ഇല്ലാതിരിക്കുമോ? ബാല ആ വീഡിയോ പബ്ലിക്കിലേക്ക് വിട്ടാൽ അവിടം മുതൽ അയാൾ സ്വന്തം ശവക്കുഴി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാല അത്തരം കാര്യത്തിന് മുതിരുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ഇതൊക്കെ ഒരു അടഞ്ഞ അധ്യായമായി കരുതി മുന്നോട്ട് പോവുക. ഒരു സെക്കൻഡ് പോലും അയാളെ പറ്റി ചിന്തിച്ച് സമയം കളയരുത്. ഡോക്ടറുടെ സമയം നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ കഴിയട്ടെ.